എല്ലാവർക്കും സേതു കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നൂലപ്പം അഥവാ ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഇടിയപ്പം നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 5 കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് അടുപ്പിൽ വെച്ചേക്കുക. ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. 5 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. ഇതൊന്ന് തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളം വേണം ഇടിയപ്പത്തിൻ്റെ മാവ് കുഴയ്ക്കാനായിട്ട് എടുക്കാൻ. ഇത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അടുപ്പിൽ തന്നെ ഈ വെള്ളം വെച്ചേക്കണം കേട്ടോ. ഞാനൊരു 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തിളയ്ക്കാൻ വെച്ചേക്കുന്ന വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാവൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അടുപ്പിൽ നിന്ന് തിളയ്ക്കുന്ന വെള്ളം എടുത്ത് താത്തു വെക്കരുത്. ആ ചൂടോട് കൂടി തന്നെ മാവിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നാൽ ആ ഇടിയപ്പത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടത്തുള്ളൂ. നമുക്കിങ്ങനെ കുറച്ച് വെള്ളം ചേർത്തിട്ട് മാവ് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അരിപ്പൊടിയുടെ വറുക്കുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂടും. ചില അരിപ്പൊടി നമുക്ക് ഒരുപാട് വെള്ളം ആവശ്യം വരും. ചിലതിന് കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത മാവാണ് ചെയ്യുന്നത്. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മാവിനകത്ത് എല്ലാ ഭാഗത്തും വെള്ളം എത്തുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെക്കുക. അടച്ചൊരു 5 മിനിറ്റ് വെച്ചേക്കുക. ഇനി ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ലതുപോലെ ഇത് കുഴച്ചെടുക്കണം. ഇപ്പം കുറേ നേരം ഇത് അടച്ചു വെച്ചതുകൊണ്ട് ഇത് ഡ്രൈ ആവത്തില്ല. നമ്മളിത് ഇങ്ങനെ മാവ് കുഴച്ചിട്ട് തുറന്ന് വെക്കരുത്. തുറന്ന് വെച്ചിരുന്നാൽ പെട്ടെന്ന് ഈ മാവങ്ങ് ഡ്രൈ ആയിപ്പോവും. ഇത് അടച്ച് തന്നെ വെച്ചേക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. ചപ്പാത്തിയുടെ പരുവമല്ല, അതിലും കുറച്ചും കൂടെ ലൂസായിരിക്കണം. എന്നാൽ നല്ല കണക്കിത് പേഞ്ഞിട്ട് ഇതാക്കണ്ടാവും. ഈ ഒരു പരുവത്തിലിരിക്കണം. ഒരുപാട് ലൂസും അല്ല, എന്നാൽ കട്ടിയല്ല. ചപ്പാത്തിയെ കഴിഞ്ഞ് കുറച്ചും കൂടെ ലൂസായിട്ടിരിക്കണം. എന്നാലേ കറക്റ്റ് ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഞാനിന്ന് ഈ നൂലപ്പം തയ്യാറാക്കുന്നത് ഇതുപോലത്തെ ഒരു തട്ടിനകത്താണ് വെച്ച് ചെയ്യുന്നത്. ഇത് നൂലപ്പം ഉണ്ടാക്കാൻ പറ്റിയ തട്ടാണ്. ഇതൊരു 4 തട്ടിൻ്റെ ഇതാണ് മേടിച്ചിരിക്കുന്നത്. ഇത് ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഈ തട്ടിനകത്ത് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ഈ തട്ടിൽ ആദ്യം നമുക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഇനി നമുക്ക് ഈ തട്ടിനകത്തോട്ട് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് ഏത് എണ്ണയായാലും കുഴപ്പമില്ല. ഞാനിത് തേച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ. വെളിച്ചെണ്ണയൊന്ന് ഈ തട്ടിനകത്തെല്ലാത്തിലും തേച്ച് കൊടുക്കാം. നമ്മൾ സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ട് ഇളകി വരാൻ ബുദ്ധിമുട്ടായിരിക്കും എണ്ണ തേക്കാതെ എടുത്തു കഴിഞ്ഞാൽ. നമുക്ക് ഇടിയപ്പം പിച്ചാനായിട്ട് സേവനാഴി വേണം. ഞാൻ ചെറിയ കണ്ണറയുള്ള അച്ചാണ് എടുത്തേക്കുന്നത്. ഇതിനകത്തോട്ടാണ് നമുക്കൊന്ന് പീച്ചെടുക്കാം. ഇതിലാദ്യം ഒന്ന് മാവൊന്ന് നിറച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് വലിയ കണ്ണറയാണെങ്കിൽ നമ്മൾ ഇടിയപ്പം ചുട്ടെടുക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ വലിപ്പം ഉണ്ടാവുന്നേ ഉള്ളൂ. പക്ഷെ കഴിക്കാൻ ടേസ്റ്റ് ചെറിയ കണ്ണറയുള്ള അച്ചിടുന്നതായിരിക്കും നന്നായിരിക്കുന്നത്. ഇനി ഈ തട്ടിനകത്തോട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇടിയപ്പം പീച്ചി കൊടുക്കാം. ആ ഇടിയപ്പത്തിൻ്റെ മാവ് കറക്റ്റ് ആയതുകൊണ്ടാണ് ഇത് ഇത്ര പെട്ടെന്ന് നമുക്ക് സേവനാഴിയിൽ നിന്ന് വീഴുന്നത്. ഇല്ലെങ്കിൽ അത് ഉടക്കി ഇരിക്കും. ഇനി ഇതുപോലെ തന്നെ ബാക്കിയും കൂടെ പീച്ചെടുക്കാം. ഞാൻ ഈ തട്ടിനകത്തോട്ട് ഫുള്ള് ഇടിയപ്പം പീച്ചി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. ഈ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളച്ചതിന് ശേഷമാണ് ഞാനിത് വെച്ചേക്കുന്നത്. ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് ആവും ഇത് കുക്കായി വരാൻ. അതുവരെ നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം.
ആദ്യം ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കണം, പിന്നീട് ഇത് കുറച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാൻ. ഇത് ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഈ ഇടിയപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. ഇടിയപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഈ വാഴയിലേക്കകത്ത് തന്നെ തട്ടിയിടാം. അതിന് ഈ തട്ടിനകത്ത് എണ്ണ തേച്ചുകൊണ്ട് പെട്ടെന്ന് ഇളവി വരും, ഒട്ടിയിരിക്കത്തില്ല കേട്ടോ. കണ്ടോ, എല്ലാം നല്ല കണക്ക് പെട്ടെന്ന് ഇളവി വരുന്നുണ്ടോ. ഈ നൂലപ്പം നമുക്ക് ഈ തട്ടില്ലാതെ ചെയ്യുന്നത്, ആദ്യം ഒരു പകുതി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച വാഴയിലെടുക്കുക, അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നമ്മൾ റൗണ്ട് ഷേപ്പിന് തന്നെ ഇടിയപ്പം പീച്ചുന്ന കണക്ക് പീച്ചിയെടുക്കണം. ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാത്രമേ തേങ്ങ ഇട്ടതിന് ശേഷം ഇടിയപ്പം പീച്ചി വെക്കാവൂ, ഇല്ലെങ്കിൽ ഇളകി വരത്തില്ല. ഇഡ്ഡലി പാത്രത്തിൽ ഇലയുടെ തയ്യാറാക്കാൻ ചെയ്യുന്ന തട്ടുണ്ടല്ലോ, ആ തട്ട് വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന നൂലപ്പം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. 1 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം 1 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഇത് തുറക്കുക. എന്നിട്ട് വീണ്ടും ഇതിലോട്ട് തന്നെ ബാക്കി നമ്മൾ ഇതുപോലെ തയ്യാറാക്കി വെച്ചേക്കുന്ന നൂലപ്പം വെച്ച് കൊടുക്കുക. അടുത്തത് വെച്ച് കൊടുക്കുക. വീണ്ടും ഇത് അടച്ച് വെക്കുക. വീണ്ടും 1 മിനിറ്റിന് ശേഷം വീണ്ടും അടുത്തത് വെച്ച് കൊടുക്കുക. വെച്ച് മൊത്തം കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. നമ്മുടെ നൂലപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ വാഴയിലയിൽ ചെയ്തതുകൊണ്ട് നല്ല ഒരു ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവറും ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ നൂലപ്പം റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.